Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with one of the famous popular poems written by Maya Angelou, and the title of the poem is Phenomenal Woman. Once again, welcome to the video. So, before moving to the poem, as usual, I would like to share some details regarding the poet, means some basic ideas. Maya Angelou, 1928 to 2014, was an African American memoirist, poet, and civil rights activist. She published 7 autobiographies, 3 books of essays, several books of poetry. അതായത് മായ ആഞ്ചലോ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്, അവരൊരു പോയറ്റാണ്, അവരൊരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റൊക്കെയാണ്. ആൻഡ് ഒത്തിരി റൈറ്റിങ്സ്, ഒത്തിരി വർക്കുകൾ അവർ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഒരു 7 ഓട്ടോബയോഗ്രഫീസ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എസ്സേസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പോയട്രിയും എഴുതിയിട്ടുണ്ട്. I Know Why the Caged Bird Sings, 1964, the first autobiography which tells her life struggles. അവരാദ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 7 ഓട്ടോബയോഗ്രഫി തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഈ I Know Why the Caged Bird Sings എന്നാണ്. അതിലാണ് അവരുടെ ലൈഫിലെ സ്ട്രഗിൾസ് അവർ കൂടുതലും പറയുന്നത്. She was also an actress, writer, director and producer of plays, movies and public television programs. She became a poet and writer after a list of jobs during her younger days. അതായത് മായ ആഞ്ചലോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൈറ്റർ മാത്രമല്ല, അവരൊരു ആക്ട്രസ് കൂടിയാണ്. അവരതുപോലെ തന്നെ ഒരുപാട് പ്ലേസും മൂവീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പബ്ലിക് ടെലിവിഷൻ പ്രോഗ്രാംസിലൊക്കെ അവർ എന്താ പറയുക, അവരുടെ ഫേസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് മായ ആഞ്ചലോ എങ്കിലും അവരുടെ ഒരു പഴയകാല ഒരു ചരിത്രമുണ്ട്. അതായത് ഇവർ ഈ ഒരു പോയറ്റും റൈറ്ററും ഒക്കെ ആകുന്നതിന് മുമ്പ് അവർ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി സ്ട്രഗിൾസിലൂടെ അവർ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു ഒത്തിരി കൈൻഡ് ഓഫ് ജോബ്സ് അവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അവരൊരു സെക്സ് വർക്കർ കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് നൈറ്റ് ക്ലബ്ബ് പെർഫോമർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് എന്താ പറയുക ജോബ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഗതികേട് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് സൊസൈറ്റിയിലുണ്ടായിരുന്ന ആ ഒരു അവർ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് തന്നെ അവരൊത്തിരി എന്താ പറയുക, ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത ചില ജോബ്സിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട്. ഷീ വാസ് വെരി ആക്റ്റീവ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അതായത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ അവർ വളരെ ആക്റ്റീവായിരുന്നു. സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് ആയിരുന്നു, വിച്ച് വാസ് ഇൻ ദ യു എസിലുണ്ടായിരുന്ന ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഈ മൂവ്മെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ഓർഡർ ടു എബോളിഷ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് ഓൺ ദി ബേസിസ് ഓഫ് റേസ് അല്ലെങ്കിൽ കളറിൻ്റെയും റേസിൻ്റെയൊക്കെ ഇതിൽ നമ്മൾ ആളുകളെ എന്താ പറയുക മാറ്റി നിർത്തുന്നുണ്ടല്ലോ, ആ ഒരു വിവേചനം, അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റാണ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ആക്റ്റീവ് മെമ്പർ തന്നെയായിരുന്നു മായ ആഞ്ചലോ. ആൻഡ് മേജർ തീംസ് ഓഫ് ഹർ വർക്ക്സ് ഇൻക്ലൂഡ് റേസിസം, ഐഡൻറ്റിറ്റി, ഫാമിലി ആൻഡ് ട്രാവൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫ് സ്ട്രഗിൾ ഉള്ളൊരു സ്ത്രീക്ക് അവരുടെ വർക്ക്സ് എഴുതുമ്പോൾ, അവരൊരു എന്താ പറയുക, ഒരു വലിയൊരു റൈറ്ററൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വർക്കിൽ കടന്നു വരുന്ന തീംസ് എന്ന് പറയുന്നത് റേസിസം, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസും, അതുപോലെ തന്നെ ഫാമിലിനെ പറ്റിയും, അതുപോലെ ട്രാവലിങ്ങിനെ പറ്റിയൊക്കെയാണ്. സോ ഇതാണ് കുറച്ച് ബേസിക് ഐഡിയാസ് അബൌട്ട് മായ ആഞ്ചലോ. ആൻഡ് ഐ എം മൂവിങ് ടു ദി പോം ഫിനോമിനൽ വുമൺ. ഐ എം മൂവിങ് ടു ദി ഫസ്റ്റ് സ്റ്റാൻസ. Pretty women wonder where my secret lies. I'm not cute or built to suit a fashion model size. അതായത് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ നമ്മളോട് പറയുന്നത് പ്രെറ്റി വിമൻ വണ്ടർ വേർ മൈ സീക്രട്ട് ലൈസ്. അതായത് കാണാൻ ഭംഗിയുള്ള സുന്ദരികളായ സ്ത്രീകൾക്ക് അറിയില്ല എൻ്റെ രഹസ്യം എവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ബ്യൂട്ടിയുടെ ആ ഒരു പ്രത്യേകതയെന്ന് കാണാൻ ഭംഗിയുള്ള പ്രെറ്റി ആയിട്ടുള്ള സ്ത്രീകൾക്ക് അറിയില്ല. ഐ എം നോട്ട് ക്യൂട്ട് ഓർ ബിൽറ്റ് ടു സ്യൂട്ട് എ ഫാഷൻ മോഡൽ സൈസ്. ഞാനെന്ന് പറയുന്ന അത്ര ക്യൂട്ടായിട്ടുള്ള ഒരാളൊന്നുമല്ല, അതുപോലെ തന്നെ ഒരു ഫാഷൻ മോഡൽ സൈസുള്ള ആളൊന്നുമല്ല. ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ടു ടെൽ ദം ദി തിങ്ക് ഐ എം ടെല്ലിങ് ലൈസ്. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി, അല്ലെങ്കിൽ എൻ്റെ സീക്രട്ട് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ റിവീൽ ചെയ്യാൻ പോകുമ്പോൾ ഇവർക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി എന്താണ് ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരെ പറ്റി തന്നെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യാണ്. അവരുടെ ആ ഒരു
ബ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. മറ്റ് സ്ത്രീകൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നമ്മുടെ സ്പീക്കറിനുണ്ട്. അതാണ് സ്പീക്കർ പറയുന്നത്. അതുകൊണ്ടാണ് പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്ന ഫിനോമിനൽ വുമൺ. ഫിനോമിനൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ അസാധാരണമായ എന്നൊരർത്ഥം വരും. അതുപോലെ അത്ഭുതകരമായ അല്ലെങ്കിൽ അസാമാന്യമായ എന്നൊക്കെ നമുക്ക് പറയാം. സോ എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്ത്രീയാണ് ഞാനെന്ന് പറയുന്നത്. ഞാനൊരു ഫിനോമിനൽ വുമനാണ്. സോ മറ്റുള്ളവർക്ക് കാണാൻ ഭംഗിയുള്ള പ്രത്യേക സ്ത്രീകൾക്ക് അറിയില്ല എൻ്റെ രഹസ്യം എവിടെ ഇരിക്കുന്നത്, ഞാൻ ആരാണെന്ന്. അവർക്ക് ശരിക്കും എന്നോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവളെങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്ന് അവർക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ പറയുവാണ്, ഐ സേ ഇറ്റ്സ് ഇൻ ദ reach of my arms, the span of my hips, the stride of my step, the curl of my lips. എന്നിട്ട് പറയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു മിസ്റ്ററി തന്നെയാണ്. ഇറ്റ്സ് ഇൻ ദ റീച്ച് ഓഫ് മൈ ആംസ്, എൻ്റെ കൈവിരൽ തുമ്പുകളിലുണ്ട് അതെന്താണെന്നുള്ളത്. ദ സ്പാൻ ഓഫ് മൈ ഹിപ്സ്, എൻ്റെ ഇടുപ്പുകൾ, ഹിപ്സിൻ്റെ ആ ഒരു സ്പാൻ, ആ ഒരു വീതി, അതിലൊരു ഭംഗിയുണ്ട്. ദ സ്ട്രൈഡ് ഓഫ് മൈ സ്റ്റെപ്പ്, ഞാൻ വെക്കുന്ന ഓരോ കാൽ വെപ്പുകളും അതിലുണ്ട് ആ ഒരു ഭംഗി. ദ കേൾ ഓഫ് മൈ ലിപ്സ്, എൻ്റെ ചുണ്ടുകളിലുള്ള ആ ഒരു കുനിപ്പ് അല്ലെങ്കിൽ ആ ഒരു കേള്, അതിലുണ്ട് ആ ഒരു ബ്യൂട്ടി. ഐ ആം എ വുമൺ, ഫിനോമിനൽ വുമൺ, ദാറ്റ്സ് മീ. ഞാനെന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയല്ല. ഞാൻ ഭയങ്കര ഫിനോമിനലായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള, എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഞാനൊരു ഫിനോമിനൽ വുമൺ ആണ്. ദാറ്റ്സ് മീ. Then I'm moving to the second stanza. I walk into a room just as cool as you please, and to a man the fellows stand or fall down on their knees. ഇനി അവൾ പറയുവാണ്, ഷീ ആക്ച്വലി മൂവ്സ് എവേ ഫ്രം വിമൻ. അതായത് നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് അവൾ മാറി പുരുഷന്മാരുടെ ഇടയിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് കാണുന്നത്? അതായത് ഐ വാക്ക് ഇൻ ടു എ റൂം ജസ്റ്റ് as cool as you please, and to a man the fellows stand or fall down on their knees. എന്നെ കാണുമ്പോൾ തന്നെ, ഞാൻ ഈ റൂമിലേക്ക് കയറുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ എന്താ പുരുഷന്മാർ, മെൻ എന്താ ചെയ്യുന്നത്, അവർ സ്റ്റാൻഡ്, അതായത് എണീറ്റ് നിൽക്കുവാണ്. അവർക്ക് എന്താണ് ഈ സ്ത്രീയിലുള്ള പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നില്ല. എന്തോ ഒരു മിസ്റ്ററി ഈ പെണ്ണിനുണ്ടല്ലോ എന്നവർ ചിന്തിക്കുകയാണ്. ഈച്ച് ടൈം അവൾ ആ ഒരു റൂമിലേക്ക് വാക്ക് ചെയ്യുമ്പോൾ ആളുകൾ മെൽറ്റ് ആവുകയാണ്. അതായത് പുരുഷന്മാർക്ക് ഇവളുടെ സൗന്ദര്യം കൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ദെൻ ദേ സ്വാം അറൗണ്ട് മീ എ ഹൈവ് ഓഫ് ഹണി ബീസ്. അതായത് തേനീച്ചക്കൂട്ടം എങ്ങനെയാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, തേനീച്ചക്കൂട് പൊതിഞ്ഞ് നിൽക്കുക, അതുപോലെ പുരുഷന്മാർ എന്നെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. ഐ സേ ഇറ്റ്സ് ദ ഫയർ ഇൻ മൈ ഐസ്. ഞാൻ മറ്റു സ്ത്രീകളെ പോലെയല്ല, എൻ്റെ കണ്ണിലുണ്ട് ആ തീ എന്ന് പറയുന്നത്. ആൻഡ് ദി ഫ്ലാഷ് ഓഫ് മൈ ടീത്ത്, എൻ്റെ പല്ലിലുള്ള തിളക്കം. ദ സ്വിങ് ഇൻ മൈ വേസ്റ്റ്, എൻ്റെ വേസ്റ്റിലുള്ള ആ ഒരു ആട്ടം. അതുപോലെ ആൻഡ് ദ ജോയ് ഇൻ മൈ ഫീറ്റ്, അതായത് അതായത് എൻ്റെ ഫീറ്റിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ്, ഞാൻ വെക്കുന്ന ഓരോ ഈ പറഞ്ഞ, അതായത് എൻ്റെ ഒരു ഫീറ്റിൽ എനിക്കുണ്ടാകുന്ന ഒരു ജോയ്, എൻ്റെ ഒരു സന്തോഷം, അത്. ഐ ആം എ വുമൺ ഫിനോമിനലി. അതായത് ഞാൻ മറ്റ് സ്ത്രീകളെ പോലെയല്ല, ഞാനൊരു ഫിനോമിനൽ വുമണാണ്. ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെണ്ണാണ്. ഫിനോമിനൽ വുമൻ, ദാറ്റ്സ് മീ. അതായത് അവളുടെ കോൺഫിഡൻസ് വീണ്ടും എടുത്തു പറയുകയാണ്. അതായത് മറ്റ് സ്ത്രീകളെ പോലെയല്ല. എന്തുകൊണ്ടാണ് പുരുഷന്മാർ എന്നെ കാണുമ്പോൾ ഓടി വരുന്നത്? പുരുഷന്മാർക്ക് എന്നെ പറയാൻ പറ്റുന്നില്ല ഈ സ്ത്രീയിൽ എന്താണുള്ളത്, എന്താണ് ഞങ്ങൾ ഈ സ്ത്രീയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് പുരുഷന്മാർക്കും മനസ്സിലാവുന്നില്ല, സ്ത്രീകൾക്കും മനസ്സിലാവുന്നില്ല. വിച്ച് മീൻസ് ദർ ഈസ് എ മിസ്റ്ററി ഇൻ ദിസ് പെർട്ടിക്കുലർ ലേഡി. ഈ ലേഡിക്ക് എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തോ ഒരു മാജിക്കൽ പവറുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഫിനോമിനൽ വുമൺ എടുത്തെടുത്ത് പറയുമ്പോൾ വി ക്യാൻ സീ ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ വോയിസ് ഓഫ് ദ സ്പീക്കറിൻ്റെ ആ ഒരു വോയിസിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഐ ആം മൂവിങ് ടു ദി തേർഡ് സ്റ്റാൻസ. Men themselves have wondered what they see in me. അപ്പോൾ ഈ പുരുഷന്മാർക്ക് അതിശയമാണ്, എന്താണ് ഈ സ്ത്രീയിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അവളുടെ ആ ഒരു വരവ് കൊണ്ട് പുരുഷന്മാർക്ക് എന്തോ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, എന്തോ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡിഫൈൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ദേ ട്രൈ സോ മച്ച് ബട്ട് ദേ കാൺട്ട് ടച്ച് മൈ ഇന്നർ മിസ്റ്ററി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് അവർക്ക് അറിയണം എന്നുണ്ട് എന്താണ് ഈ പെണ്ണിനുള്ള പ്രത്യേകത എന്ന്. ഇവളിങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒരു മാഗ്നറ്റിക് പവറുണ്ട്, പക്ഷേ ദേ ആക്ച്വലി ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇന്നർ മിസ്റ്ററി. ഇവളിലുള്ള ആ ഒരു മാജിക്കൽ പവർ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പുരുഷന്മാർക്ക് പറ്റുന്നില്ല.
വെൻ ഐ ട്രൈ ടു ഷോ ദം ദേ സേ ദേ സ്റ്റിൽ കാൺ സീ. ഞാനിനി അവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ബ്യൂട്ടി എന്ന് ഞാൻ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ അവർ പറയും ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഐ സേ ഇറ്റ്സ് ഇൻ ദ ആർച്ച് ഓഫ് മൈ ബാക്ക്. അപ്പം ഞാൻ പറയും, വീണ്ടും അവളുടെ ഫിസിക്കൽ ക്വാളിറ്റീസ് പറയാണ്. എൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു ആർച്ച്, അതായത് എൻ്റെ ആ ഒരു ബാക്ക് സൈഡിൻ്റെ ആ ഒരു വളവ്. ദ സൺ ഓഫ് മൈ സ്മൈൽ, എൻ്റെ ചിരി എന്ന് പറയുന്നത് സണ്ണിനെ പോലെ അത്രയും എന്താ പറയുക റേഡിയേറ്റിംഗ് ആണ്. അതായത് അത്രയും ഒരു എന്താ പറയുക ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സൺ എന്ന് പറയുമ്പോൾ അത് കമ്പാരിസൺ കൊടുത്തേക്കുവാണ്, സണ്ണിൻ്റെ സ്മൈൽ പോലെയാണ്. വിച്ച് മീൻസ് അത്രയും ഒരു എന്താ പറയുക ഒരു എലഗൻസ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി അതിലുണ്ട്. ദ റൈഡ് ഓഫ് മൈ ബ്രസ്റ്റ്. കണ്ടോ, വീണ്ടും അവളുടെ ഫിസിക്കൽ ക്വാളിറ്റീസ് പറയാം. മറ്റു സ്ത്രീകളെ പോലെയല്ല, എൻ്റെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ദ ഗ്രേസ് ഓഫ് മൈ സ്റ്റൈൽ, എൻ്റെ സ്റ്റൈലിലുള്ള ഗ്രേസ്, അതായത് എൻ്റെ ബാക്ക്, സ്മൈല്, ബ്രസ്റ്റ്, സ്റ്റൈല്, ഫീറ്റ്, നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക അവളുടെ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു അവളുടെ ആ ഒരു കുറച്ച് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് മുമ്പും പറഞ്ഞിരുന്നു. അവളുടെ ഹിപ്പ് പറഞ്ഞിരുന്നു, അവളുടെ ആംസ് പറഞ്ഞിരുന്നു, സ്റ്റെപ്സ് പറഞ്ഞിരുന്നു, ലിപ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അവളുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ അവളുടെ ഫിസിക്കൽ എന്താ പറയുക ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ബ്യൂട്ടി എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും അവളുടെ ഇന്നർ ബ്യൂട്ടി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവളുടെ ഫിസിക്കൽ ബ്യൂട്ടിയും ഒരു എന്താ പറയുക ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു സ്ത്രീയുടെ ബ്യൂട്ടീനെ നമ്മൾ പറയുമ്പോൾ. സോ മറ്റു സ്ത്രീകളിൽ നിന്ന് എനിക്കതെല്ലാം വ്യത്യാസമാണ്. എൻ്റെ എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങൾ ഓർഡിനറി വുമണിൽ കാണുന്ന പോലെയല്ല, ഞാനെന്ന് പറയുന്നത് ഫിനോമിനൽ വിമൺ ആണ് എന്നാണ് പറയുന്നത്. Then the final stanza. Now you understand just why my head's not bowed. അപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ തല കുനിക്കാത്തത്. കാരണം ഞാൻ ഫിനോമിനൽ വിമൻ ആണ്, ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെണ്ണാണ്. ഐ ഡോണ്ട് ഷൗട്ട് ഓർ ജംപ് അബൌട്ട് ഓർ ഹാവ് ടു ടോക്ക് റിയൽ ലൗഡ്. ഞാൻ ഒരിക്കലും ഒച്ചയുണ്ടാക്കാറില്ല, ഞാൻ ഷൗട്ട് ചെയ്യാറില്ല, ഞാൻ ജമ്പ് ചെയ്യാറില്ല, ഓർ ഞാൻ ഒച്ചത്തിൽ സംസാരിക്കാറ് പോലുമില്ല. വെൻ യു സീ മീ പാസിങ് ഇറ്റ് ഓട്ട് ടു മേക്ക് യു പ്രൗഡ്. അപ്പോൾ പക്ഷെ ഞാനിങ്ങനെ പോകുമ്പോൾ നിങ്ങളിലുണ്ടാക്കുന്ന ആ ഒരു ചലനം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു റിഫ്ലക്ഷൻ, എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് നിങ്ങളിൽ പലതും എന്താ പറയുക പല ഫീലിങ്സും കടന്നു പോകുന്നുണ്ട്. ഐ സേ ഇറ്റ്സ് ഇൻ ദ ക്ലിക്ക് ഓഫ് മൈ ഹീൽസ്. അപ്പോൾ എനിക്ക് പ്രത്യേകതയുണ്ട്. വീണ്ടും അവളുടെ ഫിസിക്കൽ ക്വാളിറ്റീസ് അവൾ പറയാണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ക്ലിക്ക് ഓഫ് മൈ ഹീൽസ്, ദ ബെൻഡ് ഓഫ് മൈ ഹെയർ, ദ പാം ഓഫ് മൈ ഹാൻഡ്, ദ നീഡ് ഫോർ മൈ കെയർ. അതായത് എൻ്റെ ഹീൽസും എൻ്റെ ഹെയറും ഹാൻഡും, അത് വീണ്ടും പറയണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്, മറ്റു സ്ത്രീകളെ പോലെയല്ല. കോസ് ഐ ആം എ വുമൻ, ഫിനോമിനൽ വിമൻ, ദാറ്റ്സ് മീ. കാരണം ഞാൻ മറ്റ് പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ പോലെയല്ല, ഞാനൊരു ഫിനോമിനൽ വിമൺ ആണ്. അതായത് അസാധാരണമായ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം എന്നോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ബിക്കോസ് ഐ ആം എ ഫിനോമിനൽ വിമൻ. So that is about the line by line explanation of this particular poem. Now I am moving to the analysis part. The first one is major themes in the poem. അപ്പോൾ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഫീമെയിൽ പവറാണ്. ഡെഫിനറ്റായിട്ടും ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫീമെയിൽ പവറാണ്. വിച്ച് മീൻസ് നമ്മളുടെ സ്പീക്കർ ഷീ സെലിബ്രേറ്റ്സ് ഫീമെയിൽ പവറിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ സ്പീക്കർ ഈസ് ഹൈലി കോൺഫിഡൻറ്റ് ഇൻ ഹർ ഫിസിക്കൽ ആൻഡ് ഇന്നർ ബ്യൂട്ടി. അത് നമ്മുടെ ഓതർ പറയുന്നുണ്ട് ഞാൻ മറ്റ് സ്ത്രീകളെ പോലെ അല്ല എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ അത് കാണിക്കുന്നത് ആ ഒരു കോൺഫിഡൻറ്റ് ലെവലാണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടിയിൽ അവൾക്ക് തന്നെ ഉള്ളൊരു ട്രസ്റ്റാണ് കാണിക്കുന്നത്. ആൻഡ് പവർ ഓവർ മെൻ ഇൻ ബോത്ത് ആസ് സെക്ഷൽ ആൻഡ് ഇൻ്റലക്ച്വൽ സെൻസ്. അതായത് ഒരു പുരുഷൻ്റെ മേലിൽ ഒരു സ്ത്രീക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത് അത് ബോത്ത് സെക്ഷൽ ആണെങ്കിലും അല്ലെങ്കിലും അത് എടുത്ത് പറയുന്നുണ്ട്. അതായത് അവളുടെ ആ ഒരു ഫിസിക്കൽ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പം എന്താ പറയുക സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു പവറും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് മോർ പവർഫുൾ ദാൻ അതർ വുമൺ. അതുപോലെ തന്നെ എന്താ പറയുക മറ്റ് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവൾ കുറച്ചും കൂടി പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് അവൾ ആദ്യമേ പറയുന്നുണ്ട് നിങ്ങൾ കാണുന്ന പ്രറ്റി സ്ത്രീകളെ പോലെ, അതായത് ഭംഗിയുള്ള സ്ത്രീകളെ പോലുള്ളൊരു പെണ്ണല്ല ഞാനൊരു എന്താ പറയുക സാധാരണമായ അല്ലെങ്കിൽ എന്താ പറയുക ക്യൂട്ടല്ലാത്ത അല്ലെങ്കിൽ ഫാഷൻ മോഡൽ സൈസ് അല്ലാത്ത ഒരു സ്ത്രീയാണ് ഞാനെന്ന് അവൾ എടുത്ത് പറയുന്നുണ്ട്. അത് ശരിക്കും കാണിക്കുന്നത് അവൾ അത്രയും പവർഫുള്ളാണ്, അവളുടെ ബ്യൂട്ടിയിൽ അവൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. മറ്റ് സ്ത്രീകളെ വെച്ച് നിങ്ങൾ കമ്പാരിസൺ നടത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. ആൻഡ് ഐ മൂവിങ് ടു ദി സെക്കൻഡ് തീം, ദാറ്റ് ഈസ് ഇൻഡിവിജ്വാലിറ്റി.
ഹർ ഇന്നർ ബ്യൂട്ടി ഈസ് യുണീക്ക്. അതായത് അവളുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുണീക്കാണ്. അതിപ്പോൾ നമ്മൾ ഏത് സ്ത്രീയെ എടുത്താലും ഓരോ സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. ഒരിക്കലും നമുക്ക് ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. സോ ആ ഒരു ഇന്നർ ബ്യൂട്ടിയുടെ ആ ഒരു എന്താ പറയുക ഒരു യുണീക്നെസ് ഉണ്ടല്ലോ അതിവിടെ പറയുന്നുണ്ട്. ദ പോം സെലിബ്രേറ്റ്സ് ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് ഓരോ ഹ്യൂമൻ ബീങ്സിനും ഓരോ എന്താ പറയുക ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിയും അല്ലെങ്കിൽ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് theme, that is cultural or societal stereotypes. The poem addresses the definition of beauty as defined by society. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് കൾച്ചറൽ സൊസൈറ്റൽ സ്റ്റീരിയോടൈപ്സ് ഉണ്ട്. അതായത് ഒരു സ്ത്രീ ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ അവൾക്ക് ഇത്തരത്തിലുള്ള കണ്ണുകൾ വേണം, അല്ലെങ്കിൽ ഇത്രയും നിറം വേണം, അല്ലെങ്കിൽ അവളുടെ എന്താ പറയുക ഫിസിക്കൽ ക്വാളിറ്റീസ്, അവളുടെ കണ്ണിങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ മൂക്കിങ്ങനെ ഇരിക്കണം, ചുണ്ടിങ്ങനെ ഇരിക്കണം. അതാണ് നമ്മുടെ 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 സൊസൈറ്റിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന പോലെ പറയപ്പെടുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി ഡിഫൈൻഡ് ബൈ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിലുള്ള ആ ഒരു ഡെഫിനിഷനെ ഒരു തരത്തിൽ പറഞ്ഞാൽ കളിയാക്കുകയാണ്. അതായത് അവൾ പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാൻ മറ്റു സ്ത്രീകളെ പോലെയല്ല, ഫാഷൻ മോഡൽ സൈസല്ല, ഞാൻ പ്രിറ്റിയല്ല, ക്യൂട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ സൊസൈറ്റിയിൽ സ്റ്റീരിയോ ടൈപ്സിനെ എന്താ പറയുക കംപ്ലീറ്റ്ലി എന്താ പറയുക അടിച്ചുടക്കുന്ന രീതിയിലുള്ള ഒരു ആൻസർ പോലെയാണ് ഈ ഒരു പോം. അതുപോലെ തന്നെ വൈൽ റേസ് ഇസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ്, വൺ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്സ് ഏഞ്ചലോ ഈസ് റെഫറിങ് കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്സ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ. ഈ ഒരു പോയത്തിലെ കളറിനെ പറ്റിയോ അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക ഒരു അതായത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു റീറ്റാലിയേറ്റ് ചെയ്യുന്ന ഒരു തിരിച്ചടിക്കുന്ന രീതിയിൽ കവിത എഴുതിയിട്ടുണ്ടോ എന്നല്ലാതെ ഒരിക്കലും ഒരു കളറോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. റേസിനെ പറ്റിയോ കളറിനെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഒരു ജാതിയോ ഒന്നും ഒരു ഇത് കാര്യങ്ങളും ഇവിടെ എടുത്ത് പറയുന്നില്ല. പക്ഷേ മായ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. സോ ഡെഫിനറ്റ്ലി നമുക്കിത് പറയാൻ പറ്റും ആ ഒരു കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്സിനെ എന്താ പറയുക തകർത്തെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ആൻസറായിട്ട് തന്നെയാണ് ഈ ഒരു റേസിസം, അതിനെതിരായിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് തീം, ദറ്റ് ഈസ് ബ്യൂട്ടി ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. അതായത് ഷീ ചലഞ്ചസ് ദ നോഷൻസ് ഓഫ് ഫെമിനൈൻ ബ്യൂട്ടി. പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഫെമിനൈൻ ബ്യൂട്ടിയുടെ ആ ഒരു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ ചലഞ്ച് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റൊക്കെ തന്നെയാണ്. ദെൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ലവ് നമുക്ക് കാണാൻ പറ്റും. ദെൻ വുമൻഹുഡ്, അതായത് സെലിബ്രേറ്റ്സ് വുമൻഹുഡ് ഇൻ ഇറ്റ്സ് ഡൈവേഴ്സ് ഫോംസ്, ദറ്റ് ഈസ് ബീയിങ് എ വുമൺ ഈസ് ഇൻഹെറൻ്റ്ലി ഫിനോമിനൽ. അതായത് ഒരു സ്ത്രീത്വം വുമൻഹുഡ് എന്ന് പറഞ്ഞാൽ അത് കളറിലോ കാര്യത്തിലോ ഒന്നുമല്ല, കഴിവിലോ ഒന്നുമല്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വുമൻഹുഡ് എന്ന് പറയുന്നതിന് ഒരു ബ്ലെസ്സിങ് ആണ്. അത് തന്നെ എന്താ പറയുക ഒരാളെ ഫിനോമിനലാക്കും. അല്ലാതെ അയാളുടെ കളറോ അല്ലെങ്കിൽ മറ്റ് അയാളുടെ ക്വാളിറ്റീസൊന്നും അല്ല അവിടെ വലിയ കാര്യം. അതായത് വുമൺഹുഡ് തന്നെ നമ്മൾ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം തന്നെയാണ് വുമൺഹുഡ്. അത് തന്നെ ഇവിടെയും പറയുന്നു എന്ന് മാത്രം. ദെൻ പോയറ്റിക് ഡിവൈസസ്, കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഇവിടെ മേജറായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ മെറ്റഫേഴ്സ് നമുക്കറിയാമല്ലോ, ഒന്നിനെ ഒന്നായിട്ട് കമ്പയർ ചെയ്യുന്നു വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ ഒന്നിനെ ഒന്നായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ മെറ്റഫേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ സൺ ഓഫ് മൈ സ്മൈൽ. അതായത് സ്മൈൽ ഈസ് ഡെപ്പിക്റ്റഡ് ആസ് ഗ്ലോയിങ് ആൻഡ് വാം ലൈക്ക് ദിസ് സൺ. അതായത് അവളുടെ സ്മൈല് സണ്ണ് പോലെയാണെന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് അത് കാണിക്കുന്നത് ആ ഒരു വാം അതുപോലെ ഗ്ലോയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കാനാണ്. ആൻഡ് ഇറ്റ് റേഡിയേറ്റ്സ് ബ്യൂട്ടി ആൻഡ് ലൈറ്റ് ആസ് ദി സൺ ഡസ്. അതായത് അവളുടെ ഒരു സ്മൈൽ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഡെപ്പിക്ട്സ് ഹെർ ബ്യൂട്ടി. അതൊരു സൺ എങ്ങനെയാണ് നമുക്ക് ലൈറ്റും അല്ലെങ്കിൽ ആ ഒരു വാംത്തൊക്കെ തരുന്നത്, അതുപോലെയാണ് അവളുടെ സ്മൈൽ എന്ന് കാണിക്കാനാണ് ആ സണ്ണുമായിട്ട് കമ്പാരിസൺ വന്നിരിക്കുന്നത്. ദെൻ ദ സ്വാം അറൗണ്ട് മീ എ ഹൈവ് ഓഫ് ഹണി ബീസ്. അതായത് തേനീച്ച വന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെയാണ് പുരുഷന്മാർ വന്ന് അവളെ എന്താ പറയുക അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വിച്ച് ആക്ച്വലി ഷോസ് ഷീ സ്വീറ്റ് ആസ് ഹണി ആസ് ദേ സറൗണ്ട് ഹർ. അവൾ ഹണി പോലെ അത്രയും മധുരമുള്ളതാണെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫയർ ഇൻ മൈ ഐസ്, എൻ്റെ കണ്ണുകളിൽ തീ എന്ന് പറയുന്നുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യുന്ന അവളുടെ എനർജിയാണ് ആ ഫയർ എന്ന് പറയുന്ന ആ ഒരു ഇമേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ദ ജോയ് ഇൻ മൈ ഫീറ്റ്, അതായത് ഷീ വാക്സ് ത്രൂ ലൈഫ് ജോയ്ഫുള്ളി ആൻഡ് കെയർ ഫ്രീ മാനർ. അതായത് അവളുടെ ഓരോ ഫീറ്റ് വെക്കുന്നത് അവൾ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടാണെന്നാണ്, വിച്ച് മീൻസ് അവൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അവളുടെ ലൈഫിനെ കൊണ്ടുപോകുന്നത് എന്നാണ് അവൾ പറയുന്നത്.
ദെൻ ഇവിടെ നമുക്ക് നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഡിവൈസ് ഐറണിയാണ്. ദ സ്പീക്കർ ഈസ് ഫിനോമിനൽ വുമൺ ഡെസ്പൈറ്റ് ലാക്കിംഗ് സ്റ്റീരിയോടിപ്പിക്കലി ബ്യൂട്ടിഫുൾ ക്വാളിറ്റീസ്. നമ്മൾ പറയുന്ന ഈ ഫിനോമിനൽ വുമൺ ഇവൾ പറഞ്ഞു, ഞാൻ മറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ പോലെയല്ല, എൻ്റെ ഹിപ്പിനും എൻ്റെ എല്ലാ ഫിസിക്കൽ ക്വാളിറ്റീസിനും വ്യത്യാസമുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. സോ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ എന്ന് പറയുമ്പോൾ അവർ 2 തരത്തിൽ അവരെ എന്താ പറയുക, വിവേചനം കാണിക്കും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരൊരു വുമൺ ആണെന്നുള്ള രീതിയിൽ. 2, അവരൊരു ബ്ലാക്ക് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഡബിൾ കൈൻഡ് ഓഫ് ഒരു ഡിസ്ക്രിമിനേഷൻ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അതിനെ കളിയാക്കി തന്നെയാണ് മായ ആഞ്ചലോ അതിനൊരു ആൻസർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വർക്ക് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോം. സോ അതൊരു ഐറണിക്കൽ വേ ഓഫ് റൈറ്റിംഗ് ആണ് ഈ ഒരു ഫിനോമിനൽ വുമൺ എന്ന് പറയുന്നത്. ദെൻ റെഫ്രെയിൻ എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് യൂസ് ഓഫ് വേർഡ് ഇൻ എ ലൈൻ ഓർ എ സ്റ്റാൻസ. ഒരു സ്റ്റാൻസയിലോ അല്ലെങ്കിൽ ഒരു പോയത്തിൽ എടുത്തെടുത്ത് വരുന്ന, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില വേർഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിതിൽ മനസ്സിലാവും, ഈ ഒരു വർക്കിൽ ഒത്തിരി പ്രാവശ്യം എടുത്തു വരുന്ന എന്താ പറയുക ടേമാണ് ഫിനോമിനൽ വുമൺ എന്ന് പറയുന്നത്. സോ അത് കാണിക്കുന്നത് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവളോടുള്ള ആ ഒരു സെൽഫ് ലവ് ആണ്, അതുപോലെ തന്നെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത് ദ ഇന്നർ സ്ട്രെങ്ത് ആണ്. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്താണ് എന്നുള്ളത്, അത് നമ്മളാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്, മറ്റുള്ളവരല്ല നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് അവർ ബ്യൂട്ടി ആൻഡ് ഇറ്റ് ഈസ് അവർ എന്താ പറയുക അവർ വേ ഓഫ് സ്ട്രെങ്ത് ആണ്. നമ്മളാണ് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ല മറ്റുള്ളവരല്ല നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത് ഓൺ ദി ബേസിസ് ഓഫ് കളർ ആണെങ്കിലും എന്താണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും. സോ അത് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു എന്താ പറയുക ഒരു ഐഡിയ വേണം അല്ലെങ്കിൽ ഒരു അവബോധം വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഇവിടെ നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ഹർ ബ്യൂട്ടി ആൻഡ് ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഷീ ഈസ് ലവിങ് ഹർ ഫിസിക്കൽ ക്വാളിറ്റീസ്. സോ ഇറ്റ് ആക്ച്വലി അക്കോഴ്സ് ഒരു ഇന്നർ സ്ട്രെങ്ത് തന്നെ അവൾക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. സോ ദാറ്റ് ഈസ് ദി എന്താ പറയുക മീനിങ് ഓഫ് ദി റെഫ്രെയിൻ ഫിനോമിനൽ വുമൺ. So that is the end of the analysis part. For more literature content videos, just subscribe my YouTube channel Natural Lines. Let's learn something fruitful in a few words. Thank you so much.